പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്തായാലും ഇനി പേടിക്കാനൊന്നുമില്ല. ഭാവനയുടെ സിസറിൻ കഴിഞ്ഞു. പെൺകുഞ്ഞ് എന്റെ ഭഗവതി. പക്ഷേ കുഞ്ഞ് ഇൻക്യുബേറ്ററില്ല. എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല. ഭാവനയുടെ മോളല്ലേ, മിടുക്കിയായിട്ട് വരും. കുഞ്ഞിനെ ദൂരെ നിന്ന് കാണുന്നവർക്ക് കാണാം. ഓരോരുത്തരായിട്ട് പോയി കണ്ടാ മതി. ശരി ഡോക്ടർ. മാനസ പ്രസവിച്ചു. പെൺകുഞ്ഞ. വാ. കൺഗ്രാജുലേഷൻസ് സരിയ. ജയേ, നോർമൽ ഡെലിവറി ആയിരുന്നു. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഞാനും കൊണ്ടില്ലട്ടെ. ജയ് വാ. എടാ ജയ്, കണ്ടോ, പെൺകുട്ടികളില്ലാത്ത നിനക്ക് 2 പെൺമക്കളെയാ പേരക്കുട്ടികളായിട്ട് ദൈവം തന്നിരിക്കുന്നത്. ഗായത്രിക്കാണെങ്കിൽ പെൺമക്കളും ഉണ്ട്, പേരക്കുട്ടികളും ഉണ്ട്. മാമിക്കും ഇവർ പേരക്കുട്ടികളാണല്ലോ. അതേ മായ. എന്നാലും ജയക്കും ഗായത്രിക്കും ഒപ്പം വരത്തില്ലല്ലോ. ചേടാ, ദൂരെ നിന്നാണെങ്കിലും നമുക്ക് ഭാവനെ സൂര്യൻ കുഞ്ഞിനെ കാണുന്നതൊന്ന് കണ്ടാലോ? ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. വാ. എന്നാ വാ. എന്തടാ ചക്കര മോളല്ലേ, സുന്ദരി വാവയല്ലേ. നോക്ക്, നോക്ക്, നിന്റെ അതേ ഛായയാ. ആ ദാ ദാ. ഓ, എന്താടാ പൊന്നുമോളെ. എന്താടാ മനസ്സ നോക്കി, കുഞ്ഞിനെ തന്റെ മുഖച്ചായാണല്ലോ. ആണോ വാവേ? ഞാൻ പുറത്തുണ്ടാവേ. ഓ ഓ
എന്തോടെ നോക്കി മനസ്സ, ഞാനൊരു കാര്യം പറഞ്ഞ താൻ ദേഷ്യപ്പെടുവോ? എന്താ സുനിലേട്ടാ? നമുക്ക് ഈ മോളെ ഭാവനയ്ക്കും സൂര്യക്കും തിരികെ കൊടുക്കണോ? ഇവളെ നമ്മുടെ മോളായിട്ട് നമുക്ക് വളർത്തിക്കൂടെ? DNA ടെസ്റ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞത് അത് വെറുതെയാ. എനിക്ക് തന്നെ വിശ്വാസ ഇത് നമ്മുടെ കുഞ്ഞല്ലെന്നും ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞാണെന്നും എനിക്ക് നിനക്കും അറിയായിരുന്നു. പിന്നെ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ DNA ടെസ്റ്റും മറ്റുമൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. എനിക്ക് മോളുടെ മുഖം കണ്ടിട്ട് കൊതി തീരുന്നില്ല. പ്ലീസ്, നമുക്ക് ഈ മോളെ ഒപ്പം കൊണ്ടുപോയാലോ മനസ്സ? സുനിലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? മനസ്സ, ഞാൻ നിറഞ്ഞ മനസ്സോടെ പറയുന്ന മനസ്സ. നമുക്ക് സ്വത്തും പണം ഒന്നും വേണ്ട. നമുക്ക് ഈ കുഞ്ഞ് മാത്രം മതി. ഇവള് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും നമുക്കൊരു പ്രശ്നമല്ല. മനസ്സ, പ്ലീസ്. വാവേ.